എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാര്യയോ അതോ ഭർത്താവോ ഒരാൾ മറ്റൊരാളെ ചതിക്കുകയാണെന്ന് അറിഞ്ഞാൽ എന്തായാലും അറിയും, അത് തീർച്ച. അങ്ങനെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് സ്നേഹപൂർവ്വം തന്നെ പെരുമാറി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. അത് എങ്ങനെ സാധിക്കും എന്ന കാര്യം സ്വന്തം സാഹചര്യം, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ആയിരിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഇത് സർവ്വസാധാരണമായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴത്തെ തലമുറയായാലും ശരി, അതിനു മുമ്പുള്ള തലമുറയായാലും ശരി, ഇനി വരാനിരിക്കുന്ന തലമുറയായാലും ശരി, ഇവർക്കൊക്കെ ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വവും അതിൻ്റെ ശിക്ഷണവും നൽകിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നൽകാനും കഴിഞ്ഞിട്ടില്ല. അതുപോലെ ധാർമ്മിക ബോധവും കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, അതിനെയെല്ലാം മോശമാക്കി കാണിക്കാനും അതിൻ്റെ പവിത്രതയെ കളങ്കം വരുത്താനുമായി ധാരാളം ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുമുണ്ട്. കലിയുഗത്തിൻ്റെ പ്രഭാവം കാരണം കൂടുതൽ പേരും അതിലേക്ക് ആകർഷിതമാവുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അല്ലേ? എന്താണ് ബ്രഹ്മചര്യബോധവും ധാർമ്മിക ബോധവും നഷ്ടമായാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ? അതിൽ പ്രധാനമായ ഒന്നാണ് ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും. ഇന്നലെ ഒരു സിനിമ കണ്ടു, ഇനി വേറെ ഒന്ന് കാണണം. അല്ലെങ്കിൽ ഇന്ന് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം രുചിച്ചു, ഇനി മറ്റൊരു ഇടത്തിൽ പോയി ഭക്ഷണം രുചിക്കണം. ഇതുപോലെയാണ് ഇപ്പോൾ പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും. എന്ന് വച്ചാൽ ഇത് ഒരു വെറും എൻ്റർടൈൻമെൻറ്റ് ആയിക്കഴിഞ്ഞു. ഇനിയുള്ള ചോദ്യം ഇതാണ്: ധാർമ്മിക ബോധവും ഉണ്ടായാൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലേ എന്ന്. എന്താണ് സനാതന ധാർമ്മിക ബോധം? ഒരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീയെ അവളുടെ അച്ഛൻ, സഹോദരൻ, ഭർത്താവ്, മകൻ ഇവരെല്ലാം ഒരേ കണ്ണുകൊണ്ടാണോ അവളെ കാണുന്നത്? അച്ഛൻ മകളെ കാണുന്നത് പോലെയാണോ ആ മകളെ സഹോദരൻ കാണുന്നത്? അവളെ അതുപോലെയാണോ അവളുടെ മകൻ കാണുന്നത്? അതുപോലെയാണോ അവളുടെ ഭർത്താവ് കാണുന്നത്? നാലിനും നല്ല വ്യത്യാസമുണ്ട്, അല്ലേ? ഈ ഒരു ബോധം വരുത്തിയത് ആരാണ്? തീർച്ചയായും സനാതന ധർമ്മ ബോധം തന്നെയാണ്. ഒന്നുമല്ല എങ്കിലും കലിയുഗത്തിൽ അതെങ്കിലും നിയന്ത്രിക്കാനാകുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൂടുതൽ സംസാരിക്കാൻ കൊള്ളാത്ത ഒരു വിഷയമാണിത്. ധാർമ്മിക ബോധം അല്പമെങ്കിലും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭവനത്തിൽ അമ്മയും സഹോദരിയും മകളും പേടിയില്ലാതെ കഴിയുന്നത്. അത് നഷ്ടമായാൽ, അതായത് മുകളിൽ ഒരാളുണ്ട്, ഇതെല്ലാം കാണുന്നു എന്ന പേടി നഷ്ടമായാൽ എന്താണ് സംഭവിക്കുക? ഒന്നുമല്ല എങ്കിലും ഒരു പേടിയെങ്കിലും ഉണ്ടാകുമല്ലോ. ദൈവം ഇല്ല, പറ്റിപ്പാണ്, തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വരുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി അല്പം സമയം കിട്ടുമ്പോൾ ഓർക്കുന്നത് നല്ലത് തന്നെയാണ്. കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ദമ്പതികൾ പരസ്പരം ലോയൽ അഥവാ വിശ്വസ്തരായിരിക്കുക തന്നെ വേണം. ഇത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. രണ്ടിൽ ഒരാളെങ്കിലും അല്പം വഴിതെറ്റിയാൽ പിന്നെ എല്ലാം തകർന്ന് തരിപ്പണമാകും. പ്രകൃതിയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു കുറുക്കൻ അതിൻ്റെ ഇണയെ നഷ്ടപ്പെട്ടാൽ, അതായത് അതിൻ്റെ ഇണ മരിച്ചു കഴിഞ്ഞാൽ, കുറുക്കൻ പിന്നെ ജീവിതകാലവും ഒറ്റയ്ക്ക് തന്നെ ജീവിച്ച് തള്ളി നീക്കും. ഇത് അരയന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അരയന്നത്തിൻ്റെ ഇണ മരിച്ചു കഴിഞ്ഞാൽ അത് ദുഃഖത്തിൽ മരിച്ചു പോകാനും സാധ്യതയുണ്ട്. 1% മാത്രമേ മറ്റൊരു അരയന്നത്തെ തേടുകയുള്ളൂ. അതുപോലെ ഒരു ചെറിയ സസ്തനിയാണ് സീ ഓട്ടർ. സീ ഓട്ടർ ഉറങ്ങുന്ന വേളയിൽ പോലും അതിൻ്റെ ഇണയുടെ കൈകളിൽ പിടിച്ചുകൊണ്ടായിരിക്കും ഉറങ്ങുക. ഉറക്കത്തിൽ പോലും അതിൻ്റെ ഇണയെ അല്പം പോലും അകന്നിരിക്കാൻ അതിന് കഴിയില്ല. അതുപോലെയാണ് കടൽ കുതിരയും. കടൽ കുതിരയും അതിൻ്റെ
ഇണയെ ഉറങ്ങുന്ന വേളയിൽ അതിൻ്റെ വാലിൽ കുരുക്കി പിടിച്ചിരിക്കും. അതിൻ്റെ ഇണയെ ഉറങ്ങുമ്പോഴും അല്പം പിരിഞ്ഞിരിക്കാൻ കടൽ കുതിരയ്ക്ക് സാധിക്കില്ല. ഇതുപോലെ വളരെ വ്യത്യസ്തമാണ് പ്രാവിൻ്റെ കാര്യം. പ്രാവ് ഒരു സമയം 2 മുട്ടകളിടുന്നു. അതിൽ ഒരെണ്ണം പെണ്ണും ഒരെണ്ണം ആണും ആയിരിക്കും. ഇവ 2 പേരുമായിരിക്കും ഇണകൾ. ഈ ഇണയിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ മറ്റേ പ്രാവ് ഒറ്റയ്ക്കായിരിക്കും പിന്നീടുള്ള ജീവിതം നയിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് തന്നെ ലോയൽറ്റിക്ക് അനേകം ഉദാഹരണങ്ങൾ നമുക്ക് ലഭിക്കും. ഇനി ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. തൻ്റെ പങ്കാളിയോട് ആത്മാർത്ഥത കാണിക്കാത്തവർക്കും പരസ്പരം ചതിക്കുന്നവർക്കും അന്തമിത്ര എന്ന നരകമാണ് ലഭിക്കുന്നത്. അവിടുത്തെ ശിക്ഷ എന്താണ് ലഭിക്കുന്നത് നോക്കാം. താമിശ്ര നരകത്തിലുള്ളതുപോലെ തന്നെ ചുട്ടുപഴുത്ത ലോഹത്തിൽ കെട്ടിയിട്ട് ചൂടുള്ള ലോഹദണ്ഡ് ഉപയോഗിച്ച് പീഡനത്തിന് വിധേയമാക്കുന്നു. അടുത്തത്, ഏത് വ്യക്തിയാണോ വ്യഭിചരിക്കുന്നത്, പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം ഇവ പുലർത്തുന്നത്, അവരെ സൽമാലി എന്ന നരകത്തിലേക്ക് തള്ളുന്നു. ഇവർക്ക് ഇവിടെ ലോഹം കൊണ്ടുള്ള ഗദയെ ചുട്ടുപഴുപ്പിച്ച് ജനനേന്ദ്രിയത്തിൽ വയ്ക്കുന്നു. അറിയാത്ത വ്യക്തികളുമായും മൃഗങ്ങളുമായും ലൈംഗിക ബന്ധം പുലർത്തുന്നവർക്ക് വജ്രകണ്ടകം എന്ന നരകമാണ് ലഭിക്കുന്നത്. ഇവിടെ ഇവർക്ക് ലോഹം കൊണ്ടുള്ള ചുട്ടുപഴുത്തിരിക്കുന്ന വിഗ്രഹത്തെ ആലിംഗനം ചെയ്യണം. ആ വിഗ്രഹത്തിൽ മൂർച്ചുള്ള ആണിയും ഉണ്ടായിരിക്കും. അടുത്തത്, ഏത് പുരുഷനാണോ സംഭോഗവേളയിൽ അവരുടെ ശുക്ലത്തെ നിർബന്ധപൂർവം ഭക്ഷിപ്പിക്കുന്നത്, അവർക്ക് ലഭിക്കുന്ന നരകമാണ് ലാൽഭക്ഷം. ഇവിടെ ഇവർക്ക് അഴുകിയ ശുക്ലം ഒഴുകുന്ന നദിയിൽ മുക്കുന്നു. കൂടാതെ അവരെ ഇത് കുടിപ്പിക്കുകയും ചെയ്യുന്നു. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് ഇത്, അല്ലേ? സ്വന്തം ഉത്തമ സുഹൃത്തുക്കളെ പോലും വിശ്വസിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സമയമാണിത്. ഉറ്റ മിത്രത്തിൻ്റെ പത്നിയോട് വ്യഭിചരിച്ചാൽ അടുത്ത ജന്മത്തിൽ മറ്റ് മൃഗങ്ങളുടെ ഉച്ഛിഷ്ടമായ മാംസം ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ശവത്തെ തിന്നുന്ന കഴുകനായി പിറക്കേണ്ടി വരുമെന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നു. അതുപോലെ പ്രേമിച്ച് വഞ്ചിച്ച് മറ്റ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷനെ വിവാഹം കഴിക്കുന്നവർക്ക് അടുത്ത ജന്മത്തിൽ കഴുതയായി പിറക്കേണ്ടി വരുമെന്ന് ഗരുഡ പുരാണം പറയുന്നു. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.